ഹായ് ഹലോ, നമുക്ക് തട്ടുകട സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനായി 9 ചെറിയുള്ളി, 7 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, വലിയ ജീരകം, മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ചതക്കാനായിട്ട് വേണ്ടത്. ഇതെല്ലാം നല്ലോണം അരച്ചെടുക്കണം, ചതക്കല്ല അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് വേണ്ടത്. അല്പം പൊടികളും കൂടെ വേണം, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച 1 kg ചിക്കൻ എടുക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടികളും, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 2 ടേബിൾ സ്പൂൺ തൈരും, 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത്, അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. നല്ലവണ്ണം മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ കുഴക്കാൻ നോക്കണേ. നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. റെഡ് ഫുഡ് കളറാണേ ചേർത്ത് കൊടുക്കേണ്ടത്. വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലും കൂടെ ചേർത്താൽ നല്ല കളർ കിട്ടും. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണേ. ഫ്രിഡ്ജിൽ വെച്ച് 15 മിനിറ്റിന് ശേഷം എടുത്താൽ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ടൈമിൽ വൈറ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നു പോയിരുന്നു, ഞാൻ പിന്നെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാല പറ്റി വെച്ച ചിക്കൻ ഓരോന്നായി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഒന്ന് മറിച്ചിടുന്ന ടൈമിൽ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി കിട്ടും കേട്ടോ. തിരിച്ച് മറിച്ചിട്ടൊക്കെ നന്നായി ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര പണിയുള്ളൂ, നമുക്ക് നല്ലൊരു അടിപൊളി തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടും. ഇത്ര പണിയുള്ളൂ, നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കണേ.